ഏകദേശം 1700-കളിൽ നിർമ്മിച്ച ഒരു നെല്ലറയാണിത്. പണ്ട് കാലത്ത് നെല്ലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ നെല്ലറ. ഈ നെല്ലറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അണ്ടർഗ്രൗണ്ടിലുള്ള അറ തന്നെ. കലപില മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാല പൈകയിലുള്ള ഒരു നെല്ലറ സന്ദർശിക്കാൻ വേണ്ടിയാണ്. പരിചയപ്പെടാം. ഈ നെല്ലറയ്ക്ക് ഏകദേശം 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇവിടെയാണ് പണ്ട് പാടത്ത് പണിതുകൊണ്ടിരുന്നവർ തങ്ങളുടെ സാമഗ്രികൾ സൂക്ഷിച്ചു വയ്ക്കുകയും അതുപോലെ തന്നെ വിശ്രമിക്കുകയും ചെയ്തിരുന്നത്. മനോഹരമായ പാടങ്ങളാൽ നിറഞ്ഞതാണ് ഈ നെല്ലറയുടെ മുൻവശം. കണ്ടു നോക്കാം. രണ്ട് സൈഡിലുമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ നെല്ലറയിലോട്ടുള്ള വഴി. കള്ളിവയലിൽ കുടുംബക്കാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ നെല്ലറ. 3 നിലയുള്ള ഈ നെല്ലറയുടെ വാതിൽ ഇതാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഇതിൻ്റെ ഭിത്തിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ തൂണുകളാണെങ്കിലും എല്ലാം ചെങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു 300 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ നെല്ലറയോട് ചേർന്ന് ഒരു തോടുണ്ട്. ആ തോടിൻ്റെ പേരാണ് പൊന്നൊഴുകും തോട്. ഈ തോട്ടിൽ നിന്നുള്ള കല്ല് വെട്ടിയിട്ടാണ് ഈ മതിലുകളും ഈ നെല്ലറ മുഴുവനായിട്ട് പണിതിരിക്കുന്നത്. ഈ തോടിനെ പറ്റി മറ്റൊരു ഐതിഹ്യമുണ്ട്. ഇതിലൂടെ പണ്ടത്തെ കാലത്ത് ഒത്തിരി പൊന്നൊഴുകി പോയിട്ടുണ്ടെന്നും അത് ഇവിടുത്തെ ജനങ്ങളിലോട്ട് തന്നെ എത്തിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ സാധിച്ചത്. ഈ തോട് നേരെ ചെന്ന് കയറുന്നത് മീനച്ചിലാറ്റിലോട്ടാണ്. ഏകദേശം 16 തൂണുകളാണ് ഈ നെല്ലറയ്ക്കുള്ളത്. എല്ലാം ചെങ്കല്ലിൽ തന്നെ തീർത്തിരിക്കുന്നത്. ഇത് പണിയാനുള്ള ചെങ്കല്ല് ഈ തോട്ടിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തതാണെന്ന് അറിയപ്പെടുന്നു. നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ. പൂർണ്ണമായിട്ടും ചെങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നെല്ലറ 3 നിലകളിലായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിത്തുകൾ സൂക്ഷിക്കുവാനും കൃഷിക്ക് കാവലിരിക്കുവാനുമാണ് ഈ നെല്ലറ ഉപയോഗിച്ചിരുന്നത്. മേടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അറയാണ്. കണ്ടു നോക്കാം. വർഷങ്ങളോളം ഉപയോഗിക്കാതെ കിടന്നത് മൂലം ഇതിൻ്റെ അറകൾ നിറയെ ഇപ്പോൾ മാലിന്യമാണ്. ഇതാണ് ഈ നെല്ലറയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുഴുവൻ പാടങ്ങളാൽ നിറഞ്ഞതാണ് ഈ നെല്ലറയുടെ മുൻവശം. ഈ നെല്ലറയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ വളരെ പ്രാചീനമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മേടയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാം പഴമ നിലനിർത്തുന്ന ഒരു രീതിയിലാണിത് പണിതിരിക്കുന്നത്. ഇതാണ് ഈ നെല്ലറയുടെ പുറകിൽ നിന്നുള്ള വ്യൂ. ഈ ഒരു പാടത്തിന് നടുക്ക് ഒരു കൊച്ചു നെല്ലറ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു നെല്ലറ കാണുമ്പോൾ നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞൻ വീടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി അറകളുണ്ട്. നെല്ലിന് ഒരു കേടും വരാതെ വർഷങ്ങളോളം സംരക്ഷിക്കുവാൻ ശാസ്ത്രീയമായ രീതിയിലാണ് ഈ നെല്ലറയുടെ നിർമ്മാണം. ഒരു കാലത്ത് നെല്ലിന് സ്വർണത്തേക്കാൾ വില കൽപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി സുരക്ഷിതമായ ഈ സ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു. പ്രൗഢിയും പാരമ്പര്യവും നിറഞ്ഞ ഈ കൊച്ചു നെല്ലറയുടെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നല്ല വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഗായ്സ്.